കാസർഗോഡ് മണ്ടേക്കാപ്പിലെ 16-കാരിയെ കാണാതായിട്ട് ഒരു മാസമായി. ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടതായിരുന്നു ശ്രേയ എങ്ങോട്ട് പോയി എന്നതിന് പോലീസിന് ഇതുവരെ ഒരു സൂചനയുമില്ല. കുമ്പള സിഐ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 2 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കേസിൽ ഇതുവരെ തുമ്പ് കണ്ടെത്താൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. അയൽവാസിയായ പ്രദീപിനൊപ്പമാണ് പെൺകുട്ടി നാടുവിട്ടതെന്നാണ് സൂചന. പെൺകുട്ടിക്കൊപ്പം കാണാതായ ഇയാളെക്കുറിച്ചും പോലീസിന് ഇതുവരെ വിവരം ഒന്നുമില്ല. ശ്രേയയുടെ കുടുംബവുമായി പ്രദീപിന് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇയാൾ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയെന്നാണ് കുടുംബം പറയുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതിയാണ് ശ്രേയയെ കാണാതാകുന്നത്. പുലർച്ചെ 4:45-ഓടെ ഉറക്കമുണർന്ന ഇളയ കുട്ടിയാണ് ചേച്ചിയെ കാണാനില്ലെന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് പ്രദേശമാകെ കുട്ടിക്കായി തെരഞ്ഞെങ്കിലും കണ്ടെത്താനായിട്ടില്ല. പിന്നീടാണ് പ്രദീപിനെയും കാണാനില്ലെന്ന വിവരം അറിയുന്നത്. വീട്ടിൽ നിന്നും പോയ പെൺകുട്ടിയുടെ കൈവശം മൊബൈൽ ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. വിളിച്ചപ്പോൾ ആദ്യം റിംഗ് ചെയ്തെങ്കിലും പിന്നെ സ്വിച്ച്ഡ് ഓഫ് ആയി. തിരച്ചിൽ ആരംഭിച്ച പോലീസ് പ്രദീപിന്റെ ഫോൺ ലൊക്കേഷൻ നോക്കിയപ്പോൾ വീടിന് സമീപത്തെ കാട്ടിലെത്തിയതായി മനസ്സിലായി. പ്രദേശവാസികളുടെ കൂടി സഹായത്തോടെ പോലീസ് ഈ മേഖലകളിലെല്ലാം പരിശോധന നടത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. പ്രദീപ് പോകാൻ ഇടയുള്ള കർണാടക മടിക്കേരിയിലെ ബന്ധുവീടുകളിൽ പോലീസ് നേരത്തെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇവരെക്കുറിച്ച് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചില്ല. ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതേണ്ടിയിരുന്ന മകൾ എവിടെയെന്നറിയാതെ വേദന തിന്നു കഴിയുകയാണ് മാതാപിതാക്കൾ.